നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. കർഷക സമരം നടക്കുന്ന സിംഘു അതിർത്തിയിൽ വൻ സംഘർഷം. സംഘർഷത്തിന് തുടക്കമിട്ടത് സമരം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളിൽ ഒരു വിഭാഗം രംഗത്തെത്തിയതോടെ കർഷകർക്ക് നേരെ കല്ലേറുണ്ടായതും ടെന്റുകൾ പൊളിച്ചു നീക്കിയതും സ്ഥിതിഗതികൾ വഷളാക്കി. സംഘർഷത്തിനിടെ കല്ലേറ് നടത്തി ഇരുവിഭാഗങ്ങളും. സംഘർഷം അവസാനിപ്പിക്കാൻ പോലീസ് ലാത്തിവീശി കണ്ണീർ വാതകം പ്രയോഗിച്ചു. സമരം പൊളിക്കാൻ സംഘപരിവാർ ആസൂത്രണം ചെയ്ത സംഘർഷമാണെന്ന് കർഷക സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും. പ്രദേശവാസികളെന്ന പേരിൽ ഒരു വിഭാഗത്തെ ഇറക്കിവിടുകയാണെന്നും പ്രതികരണം. ജനങ്ങൾ പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ RSS BJP എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ. പാർലമെന്റിൽ വിഷയം ചർച്ച ചെയ്യുമോ എന്ന് കാര്യോപദേശക സമിതി തീരുമാനിക്കട്ടെ. നാടിനെ അപമാനിക്കുന്നവരെ പ്രതിപക്ഷം പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കണം. കർഷകരുടെ എന്ത് ആനുകൂല്യങ്ങൾ നഷ്ടമാകുമെന്ന് പ്രതിപക്ഷത്തിന് വ്യക്തമാക്കാനാകുന്നില്ലെന്നും V മുരളീധരൻ. കർഷക സമരം നടക്കുന്ന ഗാസിപൂരിൽ നിന്ന് പോലീസും കേന്ദ്രസേനയും പിൻവാങ്ങി. കർഷകരെ ഒഴിപ്പിക്കുന്ന നടപടി ഉടൻ വേണ്ടെന്ന നിലപാടിൽ പോലീസ്. സമരസ്ഥലത്ത് നിന്ന് ഒഴിയില്ലെന്ന കർഷക സംഘടനാ നേതാവ് രാകേഷ് ടിക്കായത്ത്. സമാധാനപരമായി സമരം തുടരും. കേന്ദ്ര സർക്കാരുമായി സംഘടനകൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും നേതാക്കൾ. ഇടത് MPമാർ പാർലമെന്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. VP ഹൌസിൽ നിന്നാണ് പാർലമെന്റിലേക്ക് MPമാർ പുറപ്പെട്ടത്. കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചും താങ്ങുവില ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. സമരകേന്ദ്രത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്തി ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ. കർഷകർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് ഡൽഹി ഉപമുഖ്യമന്ത്രി. റിപ്പബ്ലിക് ദിന സംഘർഷങ്ങളിലെ പോലീസ് നടപടിയിൽ സ്വീകരിക്കേണ്ട നിലപാട് ചർച്ച ചെയ്യും. കൃഷി നിയമവും കോവിഡ് അതിജീവനവും പരാമർശിച്ച രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം. ചരിത്രപരമായ കൃഷി നിയമങ്ങൾ കർഷകർക്കായി നടപ്പാക്കിയെന്ന് രാഷ്ട്രപതി. കാർഷിക മേഖലയിൽ ആധുനികവൽക്കരണം നടപ്പാക്കാനായി 10 കോടി വരുന്ന ചെറുകിട കർഷകർക്ക് പ്രത്യേക സഹായം ലഭ്യമാക്കും. കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുകയാണ് ആത്മനിർഭർ ഭാരതിന്റെ ലക്ഷ്യമെന്നും രാഷ്ട്രപതി. വിളകൾക്ക് കേന്ദ്രം ന്യായവില ഉറപ്പാക്കുമെന്ന് രാഷ്ട്രപതി. കൃഷി നിയമങ്ങൾ കർഷകരെ ശാക്തീകരിക്കാൻ സർക്കാരിന്റെ ശ്രമം കർഷകരുടെ തെറ്റിദ്ധാരണ മാറ്റാൻ. നിലവിലുള്ള അവകാശങ്ങളെ നിയമം ഇല്ലാതാക്കുന്നില്ല. നിയമത്തിനെതിരെ അഭ്യൂഹങ്ങൾ പ്രചരിക്കുകയാണെന്നും നയപ്രഖ്യാപനം. मुझे खुशी है कि सरकार के इन प्रयासों को हमारे किसान अपने परिश्रम से और आगे बढ़ा रहे हैं. आज देश में खाद्यान्न उपलब्धता रिकॉर्ड स्तर पर है. वर्ष 2008-9 में जहां देश में 234 मिलियन टन खाद्यान्न की पैदावार हुई थी, वहीं साल 2019-20 में देश की पैदावार बढ़कर 296 मिलियन टन तक पहुंच गई है. റിപ്പബ്ലിക് ദിനത്തിൽ നടന്ന സംഭവങ്ങൾ ദൗർഭാഗ്യകരമെന്ന നയപ്രഖ്യാപനത്തിൽ രാഷ്ട്രപതി. ദേശീയ പതാകയെ അപമാനിച്ചത് ശരിയായ നടപടിയല്ല. ഭരണഘടന അഭിപ്രായ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നു. നിയമവും ചട്ടവും പാലിക്കണമെന്ന് ഭരണഘടന പഠിപ്പിക്കുന്നു. ജനാധിപത്യത്തിൽ ക്രമസമാധാനം ഏറെ പ്രധാനപ്പെട്ടതെന്നും രാഷ്ട്രപതി. लेकिन पिछले दिनों हुआ तिरंगे और गणतंत्र दिवस जैसे पवित्र दिन का अपमान बहुत दुर्भाग्यपूर्ण है. जो संविधान हमें अभिव्यक्ति की आज़ादी का अधिकार देता है, वही संविधान हमें सिखाता है कि कानून और नियम का भी उतनी ही गंभीरता से पालन करना चाहिए. എത്ര വലിയ വെല്ലുവിളികളെയും രാജ്യം നേരിടുമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. ഇന്ത്യ പുരോഗതിയിലേക്ക് കുതിക്കുകയാണ്. ഐക്യമാണ് രാജ്യത്തിന്റെ കരുത്ത്. കോവിഡിനെയും പ്രകൃതി ദുരന്തങ്ങളെയും രാജ്യം നേരിട്ടു. കോവിഡിനെ അതിജീവിക്കാൻ ജനം ജാഗ്രത പാലിച്ചുവെന്നും രാഷ്ട്രപതി. ഇന്ത്യ ലോകത്തിന് തന്നെ മാതൃകയായെന്ന് രാഷ്ട്രപതി. കോവിഡ് കാലത്ത് സമ്പദ്ഘടനയെ സാരമായി ബാധിച്ചു. ആത്മനിർഭർ ഭാരത് വഴി അതിനെ അതിജീവിച്ചുവെന്ന് നയപ്രഖ്യാപനത്തിൽ രാഷ്ട്രപതി. 8 കോടി ജനങ്ങൾക്ക് 5 കിലോ അരി നൽകി. 16 കോടി ജനങ്ങൾക്ക് പാചകവാതക സിലിണ്ടർ ലഭ്യമാക്കി.
പാവങ്ങൾക്കായി ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതി നടപ്പാക്കി 3.5 കോടി ജനങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം ലഭിച്ചുവെന്നും രാഷ്ട്രപതി. ആയുഷ്മാൻ ഭാരത് ജനങ്ങൾക്ക് വലിയ സഹായഹസ്തമെന്ന രാഷ്ട്രപതി. ദരിദ്രർക്കായി നിരവധി നടപടികൾ സ്വീകരിച്ചു. സാമ്പത്തിക നടപടികൾ രാജ്യത്തിന് ഗുണകരമായി. ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിനേഷന് രാജ്യത്ത് തുടക്കമിട്ടു എന്നും രാംനാഥ് കോവിന്ദ്. വികസനത്തിനും പുരോഗതിക്കും പാർലമെന്റ് സമ്മേളനം നിർണായകമെന്ന് പ്രധാനമന്ത്രി. നിരവധി വെല്ലുവിളികൾ കഴിഞ്ഞ വർഷം നേരിട്ടിരുന്നു. എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണ്. 2021 ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമാണെന്നും നരേന്ദ്രമോദി. പ്രതിപക്ഷം നയപ്രഖ്യാപന പ്രസംഗം ബഹിഷ്കരിച്ചത് അപലപനീയമെന്ന കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കോവിഡ് മാനദണ്ഡം ലംഘിച്ച പ്രതിപക്ഷം സഭയിൽ ബഹളത്തിന് ശ്രമിച്ചുവെന്നും പ്രതികരണം. 2020-2021 സാമ്പത്തിക സർവേ റിപ്പോർട്ട് ലോക്സഭയുടെ മേശപ്പുറത്ത് വെച്ച ധനമന്ത്രി നിർമ്മല സീതാരാമൻ അടുത്ത വർഷം വളർച്ചാ നിരക്ക് 11%-ലെത്തുമെന്ന് റിപ്പോർട്ടിൽ. മൊത്തം ആഭ്യന്തരോൽപാദനം 7.7%-ആയി ചുരുങ്ങും. അടുത്ത വർഷം സാമ്പത്തിക രംഗം വളർച്ച തിരികെ പിടിക്കുമെന്നും സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ കേന്ദ്ര ധനമന്ത്രി. തകർച്ച തടയാൻ കർക്കശ നടപടികൾ വേണമെന്ന ശുപാർശ. നിർമ്മാണ വ്യവസായ മേഖലകൾ തളർന്നപ്പോൾ രക്ഷയായത് കൃഷിയെന്നും റിപ്പോർട്ടിൽ. കോവിഡ് വാക്സിൻ ഉൽപാദനവും വിതരണവും സാമ്പത്തിക സ്ഥിതിയിൽ വലിയ കുതിപ്പുണ്ടാക്കും. വാക്സിനെ സൂചിപ്പിച്ച റിക്കവറി എന്നാണ് സർവേ നൽകുന്ന വിശേഷണം. പ്രതിസന്ധി മറികടക്കാൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നും ശുപാർശ. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് KPCC അധ്യക്ഷനും പാണക്കാട് എത്തിയത്. പാണക്കാട് കുടുംബത്തെക്കുറിച്ചുള്ള A. വിജയരാഘവന്റെ പ്രസ്താവന അസംബന്ധമെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പാണക്കാട് കുടുംബം രാജ്യത്തിന്റെ മതേതരത്വത്തിന് നൽകിയ സംഭാവനകൾ എല്ലാവർക്കും അറിയാമെന്നും മുല്ലപ്പള്ളി. മലപ്പുറംകാരനായ വിജയരാഘവന് പാണക്കാട് കുടുംബത്തെയും നിലപാടുകളും അറിയാത്തതല്ലെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം പാണക്കാട് കുടുംബത്തെ വിമർശിച്ചത്. വിജയരാഘവൻ നിലപാടുകൾ മറക്കരുതെന്നും സാദിഖ് അലി തങ്ങൾ. ഘടകകക്ഷി നേതാക്കളുടെ വീടുകളിൽ കോൺഗ്രസ് നേതാക്കൾ സന്ദർശിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് K. സുധാകരൻ MP. പാണക്കാട് ഇനിയും പോകുമെന്നും ചർച്ച നടത്തുമെന്നും സുധാകരൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPM BJP കൂട്ടുകെട്ടുണ്ടാകുമെന്ന് K. സുധാകരൻ MP. അതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. KPCC പ്രസിഡന്റ് സ്ഥാനം കാത്തിരിക്കുകയല്ല. പാർട്ടി നൽകുന്ന ഏത് സ്ഥാനവും സ്വീകരിക്കുമെന്നും സുധാകരൻ. CPM സംസ്ഥാന സെക്രട്ടറിയെ പരിഹസിച്ച K. സുധാകരൻ MP. A. വിജയരാഘവൻ ഇരിക്കുന്ന സ്ഥാനത്തെ അപമാനിക്കാൻ താൽപര്യമില്ല. കനകസിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ശുംഭനോ ശുനകനോ എന്ന ചോദ്യത്തിന് പ്രസക്തിയുണ്ട് എന്നും K. സുധാകരൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 70% സീറ്റുകളും യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കുമായി മാറ്റിവെക്കണമെന്ന ചാണ്ടി ഉമ്മൻ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ ഇതുവരെ തീരുമാനമില്ല. പാർട്ടിയാണ് പറയേണ്ടതെന്നും ചാണ്ടി ഉമ്മൻ. ഇരുമുന്നണികളും വർഗീയ പ്രീണനത്തിന് ശ്രമിക്കുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ഇതിന് ശ്രമിക്കുന്നു. വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഇരുമുന്നണികൾക്കുമെന്നും സുരേന്ദ്രൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് പ്രാധാന്യമെന്നും സുരേന്ദ്രൻ. മികച്ച സ്ഥാനാർത്ഥികളുണ്ടാകും. ആരും പാർട്ടിയുമായി വിട്ടുനിൽക്കുന്നില്ല. എല്ലാവരും പാർട്ടിയുമായി സഹകരിച്ചു പോകുമെന്നും സുരേന്ദ്രൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കായി BJP സംസ്ഥാന സമിതി യോഗം തൃശൂരിൽ. സംസ്ഥാന ഭാരവാഹികൾക്കും സമിതി അംഗങ്ങൾക്കും പുറമെ പോഷക സംഘടനകളുടെ സംസ്ഥാന ഭാരവാഹികളും പാർട്ടി ജില്ലാ പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരും യോഗത്തിൽ. ശോഭാ സുരേന്ദ്രൻ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് വിട്ടുനിൽക്കാൻ കാരണമെന്ന് സൂചന. എന്നാൽ ആരും വിട്ടുനിൽക്കുന്നില്ലെന്നും എല്ലാവരും പാർട്ടിയുമായി സഹകരിക്കുന്നുണ്ടെന്നും K. സുരേന്ദ്രൻ. ശക്തമായ മൂന്നാം ബദൽ ഉയർന്നുവരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടുവെന്ന് BJP സംസ്ഥാന സമിതി യോഗത്തിൽ K. സുരേന്ദ്രൻ. UDF LDF കൂട്ടുകെട്ട് മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ പരസ്യമായി പുറത്തുവന്നു. അഴിമതിക്കുള്ള അംഗീകാരമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. കോൺഗ്രസ് തകർന്ന തരിപ്പണമായതുകൊണ്ടാണ് ഇടതുമുന്നണി ജയിച്ചതെന്നും സുരേന്ദ്രൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാനായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നു. അടുത്ത മാസം പകുതിയോടെ ആരംഭിക്കുന്ന കേരള യാത്രയുടെ ഒരുക്കങ്ങളും യോഗം ചർച്ച ചെയ്യും. മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട A. വിജയരാഘവൻ നടത്തിയ വിവാദ പ്രസ്താവനയും ചർച്ചയ്ക്ക് വരാൻ സാധ്യത. സ്വർണ്ണക്കടത്ത് കേസ് ഒച്ചിഴയും വേഗത്തിലായത് BJP CPM ബന്ധത്തിന് തെളിവെന്ന് UDF കൺവീനർ MM ഹസൻ. തുടർ ഭരണത്തിന് വേണ്ടി CPM വർഗീയ വിഷം ചീറ്റുകയാണ്. ക്രിസ്ത്യൻ മുസ്ലിം സൗഹൃദം ഇല്ലാതാക്കാനാണ് ശ്രമമെന്നും ഹസൻ.
യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി മിസോറാം ഗവർണർ PS ശ്രീധരൻപിള്ള. സഭാതർക്കം സങ്കീർണമായ വിഷയമാണെന്നും പരിഹരിക്കാൻ തുടർ ഇടപെടൽ ഉണ്ടാകുമെന്നും പുത്തൻകുരിശ് പാത്രിയാർക്കി സെന്ററിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശ്രീധരൻപിള്ള. കോട്ടയം ദേവലോകം അരമനയിലെത്തിയ ശ്രീധരൻപിള്ള ഓർത്തഡോക്സ് സഭാ നേതൃത്വവുമായും ചർച്ച നടത്തി. സഭാതർക്കം സംബന്ധിച്ചായിരുന്നില്ല കൂടിക്കാഴ്ചയെന്ന് PS ശ്രീധരൻപിള്ള. സൗഹൃദ സന്ദർശനമായിരുന്നുവെന്നും പ്രതികരണം. സഭാതർക്കം രൂക്ഷമായ വിഷയമാണെന്ന് PS ശ്രീധരൻപിള്ള. പ്രശ്നം പരിഹരിക്കാൻ തുടരിടപെടലുണ്ടാകും. ആദ്യഘട്ടം ഇരുവിഭാഗവും സംതൃപ്തിയോടെയാണ് പിരിഞ്ഞത്. അതിനുശേഷം ഇരുവിഭാഗവും അയച്ച കത്തിൽ പോസിറ്റീവ് അംശങ്ങളുണ്ട്. അതിനെ പരിപോഷിപ്പിക്കാൻ ശ്രമിക്കുമെന്നും ശ്രീധരൻപിള്ള. ഓർത്തഡോക്സ് പ്രതിനിധികൾ പാണക്കാടെത്തി മുസ്ലിം ലീഗ് നേതാക്കളുമായി ചർച്ച നടത്തി. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, KPA മജീദ് എന്നിവരുമായാണ് ചർച്ച നടത്തിയത്. മെത്രാപ്പൊലീത്തമാരായ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ്, ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയോസ് എന്നിവരാണ് പാണക്കാട് എത്തിയത്. പള്ളിത്തർക്കത്തിലെ യാഥാർത്ഥ്യം എല്ലാ സമുദായ നേതാക്കളെയും ധരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനമെന്ന് ഗീവർഗീസ് മാർ യൂലിയോസ്. രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയായിട്ടില്ല. മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തിയുള്ള പ്രചാരണം ഒഴിവാക്കേണ്ടതാണെന്നും ഗീവർഗീസ് മാർ യൂലിയോസ്. പാണക്കാട് ഓർത്തഡോക്സ് മെത്രാപ്പൊലീത്തമാർ സന്ദർശനം നടത്തിയതിൽ രാഷ്ട്രീയമില്ലെന്ന് ഓർത്തഡോക്സ് സഭ. തുടർ ചർച്ചകളിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അറിയിപ്പൊന്നും ഉണ്ടായിട്ടില്ല. കോടതി വിധി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും ഓർത്തഡോക്സ് സഭ. രാജ്യത്തെ ഭരണഘടനയെ അനുസരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കണമെന്ന് യൂഹാനാൻ VS കോറസ് മെത്രാപ്പൊലീത്ത. സഭാവിശ്വാസികൾ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് ഭരണഘടനാ സംരക്ഷണ സദസ്സിൽ മെത്രാപ്പൊലീത്ത. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ഇടതുമുന്നണിയിലെത്തുമെന്ന സൂചന നൽകി സ്കറിയ തോമസ്. യാക്കോബായ സഭ ഇടതുപക്ഷവുമായി അടുത്തു നിൽക്കുന്ന സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് LDFിലെത്തിയേക്കും. യാക്കോബായ സഭ ഇടപെട്ടാണ് ചർച്ചകൾ നടത്തിയതെന്നും സ്കറിയ തോമസ്. UDFിൽ നിന്നാൽ പിറവത്ത് ജയിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അനൂപ് ജേക്കബിനുള്ളതെന്ന് സ്കറിയ തോമസ്. അനൂപ് LDFിലെത്താൻ സാധ്യതയുണ്ടെന്ന് മന്ത്രി EP ജയരാജ്. കേരള കോൺഗ്രസ് ജേക്കബ് UDFിൽ തുടരുമെന്ന് അനൂപ് ജേക്കബ്. പാർട്ടി LDFിലേക്ക് എന്ന സ്കറിയ തോമസിന്റെ പ്രസ്താവന അവാസ്തവം. UDFിലും പാർട്ടി പ്രവർത്തകരിലും അവ്യക്തതയുണ്ടാക്കാനാണ് സ്കറിയ തോമസിന്റെ നീക്കം. UDFുമായി സീറ്റ് ചർച്ച ആരംഭിച്ചെന്നും 4 സീറ്റ് ഇക്കുറി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അനൂപ് ജേക്കബ്. കേരള കോൺഗ്രസ് ജേക്കബ് ഇടതുമുന്നണിയിലേക്ക് പോയേക്കുമെന്ന സ്കറിയ തോമസിന്റെ വാദം തള്ളി പാർട്ടി നേതൃത്വം. മുന്നണി മാറ്റം അജണ്ടയിലില്ലെന്ന് കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ജനറൽ സെക്രട്ടറി VS മനോജ് കുമാർ. പാർട്ടിയുടെ നേതാവ് അനൂപ് ജേക്കബാണ്. ഐക്യജനാധിപത്യ മുന്നണിയോട് നെറികേട് കാണിക്കില്ലെന്നും മനോജ് കുമാർ. ജനതാദൾ ലയനം വൈകുന്നതിൽ പ്രതിഷേധവുമായി LJD സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചാരുവാറ രവി. JDSുമായുള്ള ലയനം നടക്കാത്തത് സ്ഥാപിത താൽപര്യം മൂലമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ലയനം നടന്നില്ലെങ്കിൽ കടുത്ത തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും ചാരുവാറ രവി. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്നലെ കൊല്ലപ്പെട്ട പാണ്ടിക്കാട്ടെ മുസ്ലിം ലീഗ് പ്രവർത്തകൻ മുഹമ്മദ് സമീറിന്റെ വീട് സന്ദർശിച്ചു. ഒരു ചെറുപ്പക്കാരന്റെ കൂടി ജീവൻ എടുത്തിട്ട് എന്താണ് CPM നേടിയതെന്ന് മുല്ലപ്പള്ളി. CPM ആയുധം താഴെവെച്ചാൽ നാട്ടിലെ രാഷ്ട്രീയ കൊലപാതകം അവസാനിക്കും. ആയുധം താഴെവെക്കാൻ അണികൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകണമെന്നും മുല്ലപ്പള്ളി. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ CBI അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് ആരോപിച്ച് നിക്ഷേപകർ നൽകിയ കോടതിയലക്ഷ്യ ഹർജി തള്ളി. നിക്ഷേപകരുടെ പരാതിയിൽ അടിസ്ഥാനമില്ലെന്ന് ഹൈക്കോടതി. അന്വേഷണം കാര്യക്ഷമമാണെന്നും പ്രത്യേക സംഘത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടരുകയാണെന്നും കോടതിയിൽ CBI. അധ്യാപികയെ റോഡിൽ അപമാനിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ജീവനക്കാരനായ മുല്ലശ്ശേരി സ്വദേശി അവിനാശ്. 2 ആഴ്ച മുൻപ് തൃശൂർ കോട്ടപ്പുറത്ത് വെച്ച് കുട്ടികളോടൊപ്പം നടന്നു പോവുകയായിരുന്ന അധ്യാപികയെ ബൈക്കിലെത്തിയ യുവാവ് അപമാനിക്കുകയായിരുന്നു. തൊടുപുഴ വേങ്ങൂർ പഞ്ചായത്തിലെ 11ാം വാർഡ് അംഗം തൂങ്ങി മരിച്ച നിലയിൽ. വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തണ്ണിക്കോട്ട് വീട്ടിൽ സജിയെ. LDF അംഗമായ സജിയുടെ ആത്മഹത്യാ കാരണം വ്യക്തമല്ല. കുടുംബ പ്രശ്നമോ കടബാധ്യതകളോ ഇല്ലെന്ന് ബന്ധുക്കൾ. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ 3 മണിക്കൂർ സൂചനാ പണിമുടക്ക് നടത്തി. കോവിഡ് ഡ്യൂട്ടിയും അടിയന്തര ശസ്ത്രക്രിയ, പ്രസവ ഡ്യൂട്ടി എന്നിവ ഒഴികെയുള്ള എല്ലാ ഡ്യൂട്ടിയും ബഹിഷ്കരിച്ചു. 2016 മുതലുള്ള ശമ്പള കുടിശ്ശിക ആവശ്യപ്പെട്ടായിരുന്നു സമരം. മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശവും അവഗണിച്ച സെക്രട്ടേറിയറ്റ് ജീവനക്കാർ. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച സെക്രട്ടേറിയറ്റിൽ വൻ ആൾക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. 100 കണക്കിന് പേർ ഒത്തുകൂടിയത് സെക്രട്ടേറിയറ്റ് ക്യാന്റീൻ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ. സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരിൽ ഭൂരിഭാഗം വോട്ട് ചെയ്യാനെത്തിയതോടെ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടു.
സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കി പോലീസ്. കോവിഡ് മാനദണ്ഡ ലംഘനങ്ങൾക്കെതിരെ നടപടി ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് പരിശോധന. സാമൂഹിക അകലം, മാസ്ക് ഉപയോഗം എന്നിവ ഉറപ്പുവരുത്താനും പോലീസിന് നിർദ്ദേശം. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, ആശുപത്രികൾ, ഷോപ്പിംഗ് മാളുകൾ എന്നിവിടങ്ങളിൽ സാമൂഹിക അകലം പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കും. മാസ്ക് ധരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും. പൊതുസ്ഥലങ്ങളിൽ ഇന്നു മുതൽ ഫെബ്രുവരി 10 വരെ 25,000 പോലീസ് ഉദ്യോഗസ്ഥരെ ഇതിനായി വിന്യസിക്കും. രാത്രിയിൽ അത്യാവശ്യ യാത്രകൾ മാത്രമേ നടത്താവൂ എന്ന് സർക്കാർ. രാത്രി 10 മണിക്ക് ശേഷം യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കണം. കോവിഡ് പരിശോധന ദിവസവും 1,00,000 75% RT-PCR പരിശോധനയാകും നടത്തുക. കോവിഡ് വ്യാപനത്തിന്റെ യഥാർത്ഥ വ്യാപാരി പിണറായി വിജയൻ എന്ന ബെന്നി ബെഹനാൻ MP. കേരളം കണ്ട ഒരു പ്രതിസന്ധിയെയും കാര്യക്ഷമമായി നേരിടാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രീയ നേട്ടത്തിനായി മഹാമാരിയെ ഉപയോഗിച്ച സർക്കാരാണ് സംസ്ഥാനത്തേതെന്നും ബെന്നി ബെഹനാൻ. കോവിഡ് വ്യാപനം നിയന്ത്രണാതീതമായി മാറുന്ന സാഹചര്യത്തിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോമാറ്റിക് തെർമൽ സ്മാർട്ട് ഗേറ്റ് സ്ഥാപിച്ചു. തെർമൽ ഗേറ്റ് കെ സുധാകരൻ MP ഉദ്ഘാടനം ചെയ്തു. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇത്തരം ഒരു സംവിധാനം നിലവിൽ വരുന്നത് ഇന്ത്യയിൽ ആദ്യം. കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം കഴിഞ്ഞ ആലപ്പുഴ ബൈപ്പാസിൽ വാഹനാപകടം. കൊമ്മാടിയിൽ സ്ഥാപിച്ച ടോൾ ബൂത്തിന്റെ ഒരു ഭാഗം വാഹനമിടിച്ചതിനെ തുടർന്ന് തകർന്നു. പുലർച്ചെ 4:30-ഓടെ മരം കയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ടോൾ പിരിവ് തുടങ്ങാത്തതിനാൽ ആരും ടോൾ ബൂത്തിൽ ഉണ്ടായിരുന്നില്ല. നീലഗിരിയിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന 55 റിസോർട്ടുകൾ അടച്ചുപൂട്ടി. മസനഗുഡിയിലെ റിസോർട്ടുകളാണ് അടച്ചുപൂട്ടിയത്. ആനയെ തീവച്ചുകൊന്ന സാഹചര്യത്തിലാണ് അധികൃതർ പരിശോധന കർശനമാക്കിയത്. ആനയെ തീവച്ചുകൊന്ന റെയ്മണ്ട് റിസോർട്ടും അടച്ചുപൂട്ടിയവയിൽ ഉൾപ്പെടും. ലൈസൻസ് ഇല്ലാതെയാണ് ഈ റിസോർട്ടുകൾ ഹോം സ്റ്റേകളായി പ്രവർത്തിച്ചിരുന്നതെന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി. വരും ദിവസങ്ങളിലും പരിശോധന തുടരാൻ തീരുമാനം. നടിയെ ആക്രമിച്ച കേസിലെ മാപ്പുസാക്ഷിയായ 10ാം പ്രതി വിപിൻ ലാൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വിചാരണ കോടതിയിൽ ഹാജരായാൽ ഉടൻ ജാമ്യം നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചതിനാൽ വിചാരണ കോടതി ജാമ്യം നൽകി. മാപ്പുസാക്ഷിയായതിന് പിന്നാലെ വിയ്യൂർ ജയിലിൽ അധികൃതർ വിപിൻ ലാലിനെ പുറത്തുവിട്ടിരുന്നു. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 18,855 പേർക്ക് കോവിഡ്, 20,746 പേർക്ക് രോഗം ഭേദമായി. പുതുതായി 163 മരണം. ഇതോടെ ആകെ മരണം 1,54,010. പഞ്ചാബിലെ ധാന്യ സംഭരണ കേന്ദ്രങ്ങളിൽ CBI റെയ്ഡ്. 40 സംഭരണ കേന്ദ്രങ്ങളിലായിരുന്നു പരിശോധന. അരി, ഗോതമ്പ് ശേഖരത്തിന്റെ സാമ്പിളുകൾ പിടിച്ചെടുത്തു. റിപ്പബ്ലിക് ദിനത്തിലെ അക്രമത്തിന് പിന്നിൽ കർഷക ഗൂഢാലോചനയെന്ന വാദം പൊളിഞ്ഞതായി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ. കർഷകരുടെ ആവശ്യങ്ങൾ ന്യായമാണ്. 2 മാസമായി സമാധാനപരമായ സമരം തുടരുകയാണ് കർഷകർ. സർക്കാർ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകണമെന്നും ഭൂപേഷ് ബാഗൽ വ്യക്തമാക്കി. രാജ്യത്ത് അഴിമതി വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ എന്ന അന്താരാഷ്ട്ര സംഘടന പുറത്തുവിട്ട റിപ്പോർട്ടിൽ ലോകത്തെ അഴിമതി കുറഞ്ഞ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 86 താഴ്ന്നു. 2019-ൽ 80-ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ. കർണാടകയിൽ BJPയോട് ചേർന്ന് നിൽക്കാനുള്ള നീക്കവുമായി ജനതാദൾ എസ്. കർണാടക നിയമസഭാ കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ BJPയുമായി കൈകോർക്കും. 13 MLA-മാരുള്ള ദളിന് ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനമാണ് BJP വാഗ്ദാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ എന്നിവരുമായി ദേവഗൌഡ ചർച്ച നടത്തിയിരുന്നു. ബംഗാളിൽ ഇടതു കോൺഗ്രസ് സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനത്തിൽ ധാരണയായി. ഇടതുമുന്നണി 101 സീറ്റുകളിലും കോൺഗ്രസ് 92 സീറ്റുകളിലും മത്സരിക്കും. 294 അംഗ അസംബ്ലി സീറ്റുകളിൽ ബാക്കിയുള്ള 101 സീറ്റുകളിൽ വൈകാതെ ധാരണയിലെത്തുമെന്ന് ബംഗാൾ PCC അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൌധരി. ശൈത്യം രൂക്ഷമായതോടെ നദികളിലെ വെള്ളം ഐസാകുന്നത് കാശ്മീരിലും ലഡാക്കിലും പതിവ് കാഴ്ചയാകുന്നു. നദികളിലൂടെയുള്ള ഐസ് സ്കേറ്റിംഗ് ആണ് ലഡാക്കിലെ വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണം. ഇന്ത്യയുടെ കോവിഡ് വാക്സിൻ ഉൽപാദന ശേഷി ലോകത്തിന് മുതൽക്കൂട്ടെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഇത് ലോകം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തണം. ആഗോള വാക്സിനേഷൻ പ്രക്രിയയിൽ ഇന്ത്യക്ക് മാതൃകാപരമായി ഇടപെടാനാകുമെന്നും അന്റോണിയോ ഗുട്ടറസ്. വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ടർ ഡാനിയൽ പേളിന്റെ ഘാതകൻ അഹമ്മദ് ഒമർ സയ്യിദ് ഷെയ്ഖിനെ കുറ്റവിമുക്തനാക്കാനുള്ള പാകിസ്ഥാൻ നീക്കത്തിനെതിരെ കടുത്ത പ്രതിഷേധവുമായി വൈറ്റ് ഹൌസ്. പാകിസ്ഥാൻ സുപ്രീം കോടതിയുടെ നീക്കം ലോകമനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണെന്ന് വൈറ്റ് ഹൌസ് വക്താവ് ജെൻ സാക്കി. നീക്കം പുനഃപരിശോധിക്കാനുള്ള ഇടപെടൽ പാക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും വൈറ്റ് ഹൌസ് വക്താവ്. റഷ്യൻ തുർക്കി സൈന്യങ്ങളെ ലിബിയയിൽ നിന്ന് ഉടൻ പിൻവലിക്കണമെന്ന് അമേരിക്ക. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ UN സാന്നിധ്യത്തിൽ ഒപ്പുവച്ച സമാധാന ഉടമ്പടി പ്രകാരം
വിദേശ സൈനികർ പിന്മാറാൻ തീരുമാനമായിരുന്നു. സൈനികരെ പിൻവലിക്കാനുള്ള കാലാവധി കഴിഞ്ഞ ശനിയാഴ്ച അവസാനിച്ചു. എന്നാൽ റഷ്യയും തുർക്കിയും സൈനികരെ ഇതുവരെ പിൻവലിച്ചിട്ടില്ല. ആർക്കറിയാം എന്ന ചിത്രത്തിലെ ബിജു മേനോന്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്ത്. 72കാരനായി എത്തുന്ന താരത്തിന്റെ പോസ്റ്ററാണ് പുറത്തുവന്നത്. പാർവതി തിരുവോത്തിന്റെ അച്ഛൻ കഥാപാത്രമായാണ് ബിജു മേനോൻ ചിത്രത്തിൽ എത്തുന്നത്. മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ ജീവിതം പറയുന്ന മേജർ ജൂലൈ 2-ന് തിയേറ്ററുകളിലെത്തും. അതിവിശേഷ ആണ് സന്ദീപ് ഉണ്ണികൃഷ്ണനായി എത്തുന്നത്. സംവിധാനം ശശി കിരൺ ടിക്ക. പ്രഭാസ് നാഗ് അശ്വിൻ ചിത്രത്തിൽ മഹാനടി ടീം വീണ്ടും ഒന്നിക്കുന്നു. ഛായാഗ്രാഹകൻ ഡാനി സാഞ്ചസ് ലോപ്പസ്, സംഗീത സംവിധായകൻ മിക്കി ജെ മേയർ എന്നിവരാണ് പുതിയ ചിത്രത്തിലും ഒന്നിക്കുന്നത്. പേരിടാത്ത ചിത്രത്തിന് നിലവിൽ പ്രഭാസ് 21 എന്നാണ് പേരിട്ടിരിക്കുന്നത്. കണ്ണൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 12 ലക്ഷം രൂപ വില വരുന്ന സ്വർണം പിടിച്ചെടുത്തു. കടവത്തൂർ സ്വദേശികളായ 2 യുവതികൾ കസ്റ്റഡിയിൽ. മലബാർ സിമന്റ്സ് അഴിമതി കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന ഹർജിയിലെ തീരുമാനം ഫെബ്രുവരി 9-ന് പറയാനായി തൃശൂർ വിജിലൻസ് കോടതി മാറ്റി. മുൻ ചീഫ് സെക്രട്ടറി ജോൺ മത്തായി, കമ്പനി ഡയറക്ടർമാരായ കൃഷ്ണകുമാർ, പത്മനാഭൻ എന്നിവരുടെ ഹർജികളാണ് തൃശൂർ വിജിലൻസ് കോടതി വിധി പറയുക. കൊല്ലം ഓച്ചിറ ആലും പീടികയിൽ കയർ സംഭരണശാലയിൽ തീപിടുത്തം. ആളപായമില്ല. ഒരു ലോറി പൂർണ്ണമായും കത്തിനശിച്ചു. കോടത്തേരിൽ രാജന്റെ ഉടമസ്ഥതയിലുള്ള ഫാക്ടറിയിലാണ് തീപിടുത്തമുണ്ടായത്. തീ നിയന്ത്രണ വിധേയമാക്കിയത് 4 ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി. വളാഞ്ചേരി വട്ടപ്പാറയിൽ വെച്ചുണ്ടായ വാഹന അപകടത്തിൽ 12 പേർക്ക് പരിക്ക്. ഇന്നലെ രാത്രി 8:30-യോടെയാണ് അപകടമുണ്ടായത്. മാരുതി കാറും ടെമ്പോ ട്രാവലറും സ്കൂട്ടറുമാണ് അപകടത്തിൽപ്പെട്ടത്. വട്ടപ്പാറ വളവിന് സമീപമുള്ള ഇറക്കത്തിൽ വെച്ചായിരുന്നു അപകടം. കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. ഇടുക്കിയിൽ രോഗബാധിതനായ ഗൃഹനാഥൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ചക്കുവള്ളം പഞ്ചായത്തിലെ സുൽത്താൻകട സ്വദേശി പാലക്കൽ സാബുവാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. കുടിവെള്ള പ്രശ്നത്തിൽ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ട് തിരികെ വീട്ടിലെത്തിയ ശേഷമായിരുന്നു ആത്മഹത്യാശ്രമം. സഹപ്രവർത്തകന്റെ കുടുംബത്തിന് കൈത്താങ്ങായി കേരള ഇലക്ട്രിസിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പ്. അപകടത്തിൽ മരിച്ച KCB ജീവനക്കാരൻ അജയ്കുമാറിന്റെ കുടുംബത്തിനാണ് കൂട്ടായ്മ സഹായവുമായി എത്തിയത്. കേരളത്തിലുടനീളമുള്ള കേരള ഇലക്ട്രിസിറ്റി ജീവനക്കാരിൽ നിന്ന് സ്വരൂപിച്ച പണം KS ശബരിനാഥൻ MLAയുടെ സാന്നിധ്യത്തിൽ ജയകുമാറിന്റെ കുടുംബത്തിന് കൈമാറി. ജയകുമാർ മരിച്ചത് ഓഫീസിലേക്ക് വരും വഴി മരം കടപുഴകി വാഹനത്തിന് മുകളിൽ വീണ്. IFFKയുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ നാളെ മുതൽ. ഇത്തവണ IFFK 4 മേഖലകളിലായി. ഫെബ്രുവരി മുതൽ മാർച്ച് വരെയാണ് ഇത്തവണ മേള. ഡെലിഗേറ്റ് ഫീസ് പൊതുവിഭാഗത്തിന് 750 രൂപയും വിദ്യാർത്ഥികൾക്ക് 400 രൂപയും.